24 മണിക്കൂറിൽ 2 മില്യൺ കാഴ്ചക്കാരെ നേടിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വരെ കമന്റിട്ട കുട്ടി സഖാവ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മെറ്റ പൂട്ടിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മുഹമ്മദ് സിയാനും കൂട്ടുകാരുമാണ് കുട്ടി സഖാവ് എന്ന പേജിന്റെ അണിയറക്കാർ. വളരെ വേഗത്തിൽ കാഴ്ചക്കാരെ നേടിയ ഈ പേജ് പൂട്ടിയതിനെതിരെ ഞാൻ പറഞ്ഞതുപോലെ പ്രതിഷേധം ഉയരുകയാണ്. മെറ്റ നടപടിയിൽ പ്രതിഷേധിച്ച സിയാനും കൂട്ടുകാരും പുതിയ പ്രതിഷേധ വീഡിയോയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സഖാക്കളെ, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് പൂട്ടിച്ച് ഇതൊന്ന് പിടിച്ച ഞാൻ ഒന്ന് പറട്ടെ. ഞങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോയെ 20 ലക്ഷം ആൾക്കാർ വരെ കണ്ട്. ഞങ്ങളെ പിണറായി സഖാവ് വരെ കമന്റ് ഇട്ട്. ഞങ്ങൾക്കിനി എങ്ങനെ എടുക്കാന്ന് പോലും അറിയില്ല. കുട്ടി സഖാവേ, അനക്ക് സങ്കടം ഉണ്ടാ? എന്തിനാ ടെൻഷനാണ്? നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ വീഡിയോ അല്ലേ മാറ്റാൻ കഴിയുള്ളൂ. ഇവിടെ ഇരിക്കണ്ടേ ആ ചെങ്കൊടി, അതാർക്കും മാറ്റാൻ കഴിയില്ലല്ലോ. സോണകൃഷ്ണൻ നൽകും. സോണ വിപ്ലവകാരികളാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ. ഈ കുട്ടി സഖാക്കളെ അങ്ങനെയൊന്നും തളർത്താനാകില്ല അല്ലേ? പക്ഷേ മെറ്റയുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നമ്മളിപ്പോൾ മുതിർന്ന CPM നേതാക്കളൊക്കെ അതിൽ വിമർശനവുമായി രംഗത്തെത്തുന്നത് കാണുകയാണ്. തീർച്ചയായിട്ടും വിനീത, അവരിങ്ങനെ പുതിയ തലമുറ എങ്ങനെയാണ് എന്നുള്ളത് ചെറുപ്പം മുതലേ കാണിച്ചു തരുന്ന ഒരു കാഴ്ചയാണ്. ഇതിനു മുൻപും സിയാന് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ പാടെ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ച് മൊട്ടയടിച്ച് ഞാനൊരു സഖാവാണെന്ന് പറഞ്ഞാണ് അന്ന് സിയാൻ വൈറലായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ ഒരു പാർട്ടി ഓഫീസും അതോടൊപ്പം ബാലസംഘത്തിൻ്റെ ഭാരവാഹികളെ ഉൾപ്പെടെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ. അത് 24 മണിക്കൂറിനകം 2.5 മില്യൺ വ്യൂവേഴ്സ് അല്ലെ കാഴ്ചക്കാരെ സ്വന്തമാക്കി കഴിഞ്ഞ് വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ അക്കൗണ്ട് മെറ്റ പൂട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് അവർ ഈ കാര്യം അറിയുന്നത്. രാവിലെ എണീറ്റ് ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ആ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് വയലേഷൻ വരേണ്ട ഒരു കണ്ടന്റും അതിൽ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ സിയാൻ്റെ ഉപ്പ ഉൾപ്പെടെ പറയുന്നത്. അവരുടെ പേരൻസ് ആണത് കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെ ബയോയിൽ ഉൾപ്പെടെ അക്കാര്യം എഴുതി ചേർക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അവരുടെ രക്ഷിതാക്കളാണ് ആ അക്കൗണ്ട് മാനേജ് ചെയ്തിരുന്നത്. പക്ഷേ വീഡിയോ ചിത്രീകരിക്കുന്നതും മറ്റും ഈ കുട്ടികളാണ് എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യമാണ്. ആ പാർട്ടി ഓഫീസ് ആ മുളകളൊക്കെ കെട്ടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ പട്ടിക വിരിച്ച് എല്ലാം സജ്ജമാക്കിയത് ആ കുട്ടികൾ ഒരുമിച്ചാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി പറയേണ്ടതാണ്. അങ്ങനെ അവർ ആ റീലൊക്കെ ചിത്രീകരിച്ച് അത് എഡിറ്റ് ചെയ്തത് അവരുടെ ബന്ധുവാണ്. അങ്ങനെ എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇത് നീക്കിയതോടെ മെറ്റയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധം അവർക്കുണ്ട്. ഇപ്പോൾ അതിന് മറുപടിയുമായിട്ട് ഈ കുട്ടികൾ തന്നെ രംഗത്തെത്തുകയാണ്. അതായത് ഇൻസ്റ്റാഗ്രാം മാത്രമല്ലേ നിങ്ങൾക്ക് കൂട്ടിക്കാൻ കഴിയൂ, ഞങ്ങളുടെ നെഞ്ചിലാണ് ആ ചെങ്കൊടി എന്ന് പറഞ്ഞുകൊണ്ടാണ് സിയാനും കുട്ടികളും കുട്ടി സഖാക്കളായി. ശരി, നമുക്ക് ആ റീൽ വീഡിയോ ഒന്നുകൂടി കാണാം. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് പൂട്ടിച്ച് ഇതൊന്ന് പിടിച്ച ഞാൻ ഒന്ന് പറട്ടെ. ഞങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോയെ 20 ലക്ഷം ആൾക്കാർ വരെ കണ്ട്. ഞങ്ങളെ പിണറായി സഖാവ് വരെ കമന്റ് ഇട്ട്. ഞങ്ങൾക്കിനി എങ്ങനെ എടുക്കാന്ന് പോലും അറിയില്ല. കുട്ടി സഖാവേ, അനക്ക് സങ്കടം ഉണ്ടാ? എന്തിനാ ടെൻഷനാണ്? നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ വീഡിയോ അല്ലേ മാറ്റാൻ കഴിയുള്ളൂ. ഇവിടെ ഇരിക്കണ്ടേ ആ ചെങ്കൊടി, അതാർക്കും മാറ്റാൻ കഴിയില്ലല്ലോ.